ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. आज के मनन के लिए एक आयत को हम पढ़ेंगे। ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം 14 വാക്യം. उत्पत्ति की पुस्तक 18 अध्याय उसका 14 पद को हम पढ़े। അവിടെ ഇങ്ങനെ കാണുന്നു, യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? वहां पर इस प्रकार बताया गया है, क्या परमेश्वर से असंभव कोई बात है। ഞാൻ അനേക പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ. और मैंने बहुत समय पर प्रचार किया हुआ एक विषय यह है, क्या यहोवा के लिए कोई काम कठिन है। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേക പ്രാവശ്യം എന്നെ ധൈര്യപ്പെടുത്തിയിട്ടുള്ള, എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ഒരു വാക്യമാണ് യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ. परमेश्वर की पवित्र आत्मा ने मुझे बहुत बार मेरे जीवन को प्रोत्साहन किया हुआ, मेरे जीवन में दृढ़ निश्चय दिया हुआ एक आयत है, क्या यहोवा के लिए कोई बात कठिन है। ഇതിന്റെ പശ്ചാത്തലം എല്ലാം ഇവിടേക്ക് നിങ്ങൾക്കറിയാം. इसके पृष्ठभूमि के बारे में आप सब ये बातों को जानते होंगे। അബ്രഹാമിനോട് യഹോവയായ ദൈവം സംസാരിക്കുന്ന, അല്ലെങ്കിൽ അബ്രഹാമിന്റെ അടുക്കൽ വന്ന ദൂതന്മാര്, 3 ദൂതന്മാര് പ്രൈസ് ദി ലോർഡ് സംസാരിക്കുന്ന ആ സംസാരത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. अब्राहम के पास यहोवा परमेश्वर या अब्राहम के पास 3 स्वर्गदूत आकर जो बातें करते थे, उसके बारे में इस अध्याय में हम पढ़ते हैं। പക്ഷെ ഈ ഒരു വാക്യം മാത്രം വായിച്ച് നാം അനുഗ്രഹം പ്രാപിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഇതിന് വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. ये एक आयत को केवल पढ़कर हम आशीष पाएंगे, ऐसे जब हम विचार करते हैं, ध्यान रखना है कि ये वचन के पीछे एक बड़ा सा इतिहास का एक विषय छिपा हुआ है। എല്ലാവർക്കും ആഗ്രഹമുണ്ട് പ്രൈസ് ദി ലോർഡ് അനുഗ്രഹം പ്രാപിക്കണമെന്ന്. सब लोग चाहते हैं कि अपने जीवन में वे आशीषित हो जाएं। എല്ലാവർക്കും ഈ വാക്യം ഏറ്റെടുക്കാൻ തയ്യാറാണ്. सब लोग ये वचन जो है, आयत जो है, अपने जीवन में अपनाने के लिए तैयार होते हैं। കാരണം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്തത്വമാണ്, ദൈവത്തിന്റെ ദൈവത്വത്തെ കുറിച്ച് തെളിയിക്കുന്നതാണ്. ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് കേൾക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന്. कारण यह है कि परमेश्वर की ओर से मिलने वाला एक वायदा का वचन है। ये परमेश्वर का आमीन सामर्थ को प्रकट करने वाला एक वचन है। परमेश्वर का यह सामर्थ यदि हम पाएंगे तो हमारे जीवन की हर एक परिस्थिति में से एक बड़ा बदलाहट को हम पा पाएंगे। ऐसा एक आशीष भरा हुआ वचन है ये। അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾക്കും തരുവാൻ കർത്താവ് ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ട്. और अब्राहम से कहा हुआ ये बात आपको भी पहुंचाने के लिए परमेश्वर सामर्थी हैं। എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ടായ രൂപാന്തരത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ? लेकिन अब्राहम अपने जीवन में किस प्रकार अपने जीवन में बदलाहट को लाया, इसका इतिहास हम जानते हैं। അബ്രഹാമിനോട് യഹോവയായ ദൈവം വന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മൾ അവന്റെ ചരിത്രം ഒന്ന് ചിന്തിക്കുന്നത്, പശ്ചാത്തലം ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. अब्राहम को जब परमेश्वर आकर ये बातों को बताता है तो उसका इतिहास के बारे में भी थोड़ा समझना हमारे लिए बेहतर होगा। അവൻ അവന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ദൈവശബ്ദം കേട്ട് വിട്ടിട്ട് പോന്നിരിക്കുക. अब्राहम जो था वो अपने पिता का घराने को और सारे सगे संबंधियों को छोड़कर आया हुआ एक अवसर है ये। ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. उत्पत्ति के पुस्तक 12 अध्याय को जब हम पढ़ते हैं तो ये बातों को हम वहां पर देख सकते हैं। ദൈവം വ്യക്തമായിട്ട് പറയുക, ഇങ്ങനെയാ പറയുന്നത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. यहोवा परमेश्वर अब्राहम से बड़े स्पष्ट रीति से ये बात को बताता है कि अपने देश, अपने कुटुंबी और अपने पिता के घर को छोड़कर उस देश में चला जा जो मैं तुझे दिखाऊंगा। സംശയം കൂടാതെ
മറുചോദ്യം ചോദിക്കാതെ ശിരസ വഹിച്ച് അവ തന്നെ അനുസരിക്കാൻ ഇടയായി അവനോട് പറയുക, യഹോവയിൽ കവിയാത്ത വല്ല കാര്യമുണ്ടോ? और बिना प्रभु की बातों को शक करते हुए, बिना कोई उल्टा सवाल पूछते हुए, परमेश्वर ने कही हुई बातों को सब मानते हुए, आमीन, आगे बढ़ा हुआ अब्राहम से परमेश्वर ये वायदा को कह रहा है, क्या परमेश्वर के लिए कोई काम कठिन है? അത്ര നിസ്സാരമായ കാര്യമല്ല ദൈവം ഡിമാൻഡ് ചെയ്തത്. 3 കാര്യങ്ങളാ. ഒന്ന്, നിന്റെ ദേശത്തെ നീ വിടണം, ചാർച്ചക്കാരെ വിടണം, പിന്നീട് നിന്റെ പിതൃഭവനത്തെയും വിടണം. और एक आसान सी बात जो नहीं था, जो अब्राहम से परमेश्वर ने छोड़ने के लिए कहा था। हम 12 अध्याय के पहले आयत में ये बात को देखते हैं कि अब्राहम से प्रभु कहता है कि तू पहले अपने देश को छोड़ना है, अपने कुटुंबियों को छोड़ना है और पिता के घर को भी छोड़कर आना है। പലരും വിട്ടു വിട്ടു എന്ന് പറയുമ്പോഴും പുറകിലൊരു കെട്ടുണ്ടായിരിക്കും. कई लोग छोड़ दिए हैं कहते हैं, परंतु पीछे एक गांठ बांध कर रखते हैं। അതുകൊണ്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനുഗ്രഹിക്കപ്പെടുന്നില്ല. इसलिए अब्राहम जैसे आशीष पाया था, वैसे वे अपने जीवन में आशीष नहीं पा रहे हैं। കാരണം നമ്മൾ വിട്ടു വിട്ടു എന്ന് പറയുമ്പോഴും പുറകിലൊരു കെട്ട് കിടക്കുക. ആ കെട്ട് അഴിക്കാൻ നമ്മൾ തയ്യാറല്ല. कारण हम छोड़ दिए हैं बताते हैं, परंतु पीछे एक बंधन बंधा हुआ है और वो बंधन को खोलने के लिए हम तैयार नहीं हैं। പണ്ടൊരു ദേവദാസൻ പറഞ്ഞതുപോലെ, കടവിൽ രാത്രി ചെന്നിട്ട് വള്ളത്തെ കയറിയിരുന്ന് തുഴയുക, പക്ഷെ നേരം വെളുത്തിട്ടും അക്കരെ എത്തിയില്ല. और पुराने समय में एक प्रभु के दास ने इस प्रकार प्रचार के समय में कहा था कि वे आमीन जो नदी में जाकर वे अपने नाव को आमीन पतवार से चला रहे हैं, लेकिन सवेरे हुआ तभी भी उस किनारे तक नहीं पहुंच पाया वो। സുബോധമില്ലാതെ കള്ളും കുടിച്ച് വള്ളത്തെ കയറി തുഴഞ്ഞ് നേരം വെളുത്തപ്പോൾ ആ സുബോധം വന്നു, വെളിച്ചം വന്നു. और बिना होश का उस नाव पे चढ़कर वे चला रहे थे, परंतु जब होश आया तब तक सुबह हो गया। ഇപ്പോഴും ഈ അക്കരെ എത്തിയിട്ടില്ല, ഇക്കരെ നിൽക്കുന്നതേ ഉള്ളൂ. കാരണം പുറയിൽ ഇത് കെട്ടിയിട്ടേക്ക്, വള്ളം കെട്ടിയിട്ടേക്കായിരുന്നു. और अभी भी वे जो है उस किनारे पर पहुंच नहीं पाए। कारण ये था कि उसके नाव यहाँ पर बंधे हुए अवस्था में था। അബ്രഹാമിന്റെ സ്റ്റോറിയൊക്കെയാ പറയുന്നത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കാതിരിക്കുക. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പം കെട്ടിയിട്ടേക്കുക. ഇപ്പോഴും ദേശത്തിന്റെ മേലും കുടുംബ ചരിത്രത്തിന്റെ മേലും പാരമ്പര്യത്തിന്റെ മേലും കെട്ടിയിട്ടിരിക്കുക. और अब्राहम के बारे में तो हम कह देते हैं, परंतु आज भी अब्राहम के आमीन उस अनुभव के में से छूटकर नहीं आया है। आज भी कहीं ना कहीं अपने देश को या अपने परंपराओं को या अपनी कुटुंब की बातों से बंधे हुए अवस्थाओं में लोग दिखाई देते हैं। ചിലര് സാക്ഷ്യം പറഞ്ഞ കേട്ടാ തോന്നും ഏതോട്ടൊക്കെയോ വിട്ടിട്ട് പോന്നു, ഇന്ത്യൻ പ്രസിഡന്റിനേക്കാ ഭയങ്കരമായ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്തുനിന്നാ പോന്നെന്നൊക്കെയാ പറയുന്നത്. कई लोग गवाहियों को देने के समय में जब हम सुनते हैं तो कुछ तो बड़ी कार्यों को छोड़कर वो आए हैं। आमीन, इंडिया की राष्ट्रपति करने वाले कुछ काम वो कर रहे थे और वो सब छोड़कर आए हैं, ऐसे हमें लगने लगता है। ചരിത്രം അന്വേഷിക്കുമ്പോൾ അറിയുന്ന അറബിയുടെ സിമന്റ് ചട്ടി ചുമക്കുമായിരുന്നു. और जब इतिहास को हम जब उनके बारे में निकालते हैं तो वहां पर समझ में आता है कि किसी शेख का आमीन जो कार्य करने वाला नौकर था वो। സാക്ഷ്യം പറഞ്ഞ കേട്ടാ തോന്നും ഇന്ന് ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. और जब अपने गवाही को कहते हैं तो ऐसे लगने लगता है कि आज जो कर रहा था उससे कुछ बड़ा काम वो अपने जीवन में कर रहा था पहले। അബ്രഹാം വിടേണ്ടതെല്ലാം വിട്ടപ്പോഴാണ് പറയുന്നത്, ചോദിക്കുക, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? यहाँ पर अब्राहम ने जो अपने जीवन में छोड़ना आवश्यक था, जब उसने सब छोड़ दिया तो परमेश्वर उससे वायदे के रूप में पूछता है, क्या यहोवा के लिए कोई काम कठिन है? അവന് വിശ്വാസം, അബ്രഹാമും സാറയും വിശ്വാസമുള്ളവരായിരുന്നു. अब्राहम और सारा जो था वे अपने जीवन में विश्वास रखने वाले लोग थे। ദൈവം എന്താ പറഞ്ഞാല് യെസ് സാർ എന്ന് മാത്രമേ പറയത്തുള്ളൂ. there is no question, no demands, no doubt.
परमेश्वर जो भी कहता था वो यस सर ऐसे वो कह लेते थे, उसमें से कोई शर्त नहीं था और कोई सवाल भी वो नहीं पूछते थे। നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് വന്നെന്നുള്ള ഒരൊറ്റ ഡിമാൻഡിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ വളയ്ക്കാൻ നോക്കുക. और हम जो हैं उद्धार पाकर आए हैं, ये एक शर्त को रखते हुए हम अपनी इच्छाओं में, अपनी मर्जी में परमेश्वर को मोड़ने के लिए हम सोचते हैं। ഇന്ന് ദൈവം തമ്പുരാൻ വലിയ കൺഫ്യൂഷനില്ല. आज परमेश्वर जो है बड़ा असमंजस अवस्था में पड़ा हुआ है। പലരെയും രക്ഷിക്കപ്പെട്ട് വിളിച്ചിറക്കിക്കൊണ്ട് ദൈവം ആകെ ടെൻഷനില്ല. और कई लोगों को उद्धार के अनुभव में ले आया है और प्रभु बहुत चिंता में आज पड़ा हुआ है। കാരണം ദൈവം തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ശിഷ്യത്വത്തിലേക്ക് നയിക്കാനാ വിളിച്ചിറക്കിയത്. പക്ഷെ ഇപ്പൊ ദൈവത്തെ വളച്ച് അവരവരുടെ ഇഷ്ടത്തിന് ദൈവത്തെ കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. और कारण ये था कि परमेश्वर ने इसीलिए बुलाया कि परमेश्वर के चेलापन में उन लोगों को प्रभु मोड़ कर ले आए और उनको प्रभु आशीष दे, परंतु आज लोग अपनी इच्छा में परमेश्वर को मोड़ कर ले आने की कोशिश में हैं। കർത്താവ് എങ്ങനെ റീമോൾഡ് ചെയ്യാൻ വളയ്ക്കാൻ നോക്കിയാലും കുറച്ച് കഴിയുമ്പോൾ നേരെ എന്ന് പറയും, നീ എന്തിനാ എന്നെ വിളിച്ചേ, ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്ന്. और कितना भी परमेश्वर एक व्यक्ति को आमीन पुनर्स्थापित करने के लिए या पुनराकार कर देने के लिए तैयार होते हैं, परंतु थोड़ा समय के बाद फिर से सीधा होकर प्रभु से पूछते हैं कि तू मुझे क्यों बुलाया है, अब मैं जो कहता हूं उसी के अनुसार आप करना। നിങ്ങൾ അബ്രഹാമിന്റെ സാറയുടെയും ചരിത്രം പഠിച്ചു നോക്ക്. ദൈവം അവരോട് എന്തെല്ലാം പറഞ്ഞു, അതിന് അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ, അങ്ങോട്ടൊരു സംശയം പറയാതെ, അങ്ങോട്ടൊന്നും ഡിമാൻഡ് ചെയ്യാതെ ദൈവം പറഞ്ഞ അനുസരിച്ച് പോയവരോടാണ് പറയുന്നത്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? आप अब्राहम और सारा का इतिहास को लेकर पढ़ना है। परमेश्वर ने जो कुछ भी उनसे कहा, जो कुछ भी उनको बोला, उसी के प्रति कोई भी सवाल ना पूछते हुए, कोई भी शर्त ना लगाते हुए, आमीन किसी विषय की जिद ना करते हुए, प्रभु ने जो भी बोला उन्होंने अपने जीवन में पूरा किया। तब परमेश्वर उनसे ये बात को पूछता है, क्या यहोवा के लिए कोई काम कठिन है? പലരുടെയും ബൈബിൾ തുറന്ന് നോക്കിയാൽ അതിനകത്ത് പേപ്പർ തുണ്ടാകും ദൈവത്തോട് ഇന്ന് ഡിമാൻഡുകളുടെ ലിസ്റ്റ്. कई लोगों की बाइबल आप खोल कर देखेंगे तो उसमें पेपर के पन्नों में परमेश्वर से मांगने वाले कुछ बातों को, उसकी सूचियों को आप देख सकते हैं। പലരുടെയും പ്രാർത്ഥന ഡയറി തുറന്ന് നോക്കിയാൽ അറിയാം അതിനകത്ത് ദൈവത്തോട് ചോദിക്കുന്നതിന്റെ ഡിമാൻഡ് ചെയ്യുന്നതിന്റെ ലിസ്റ്റ്. और कई लोगों की प्रार्थना की डायरी आप खोल कर देखेंगे तो वहां पर परमेश्वर से मांगने वाले कई सूचियों को हम आमीन वहां पर देख पाएंगे। കാര്യം ഡിമാൻഡ് ചെയ്യുന്നത്, അബ്രഹാമിനോട് നീ പറഞ്ഞില്ലയോ യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് എനിക്കും വേണം. പക്ഷെ അബ്രഹാമിന്റെ ചരിത്രത്തെ കുറിച്ചോ സ്വഭാവത്തെ കുറിച്ചോ നമ്മൾ അവലോകനം ചെയ്യുന്നില്ല. कारण यह है कि हम इस प्रकार से शर्त में प्रभु से बात करते हैं कि क्यों अब्राहम से तुमने कहा था कि यहोवा के लिए कठिन कोई कार्य है क्या? तो हम भी ऐसे मांग सकते हैं, लेकिन हम ये बात को पूछते नहीं है या सोचते नहीं है कि परमेश्वर ने अब्राहम से किन किन बातों को छोड़ने के लिए कहा था, क्या वो हम छोड़ने के लिए तैयार होंगे? അവരുടെ പേര് ചേഞ്ച് ചെയ്തുപോലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. उनका नाम जो परमेश्वर ने बदल दिया था, उसी को भी स्वीकार करने के लिए वे तैयार हो गए। അബ്രഹാം പറഞ്ഞില്ല എന്റെ പേര് അബ്രഹാം എന്നാണ്. അബ്രഹാം ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ദൈവത്തോട് പറഞ്ഞില്ല. अब्राहम ने परमेश्वर से ये नहीं कहा कि मेरा नाम अब्राम है, इसको अब्राहम में बदल नहीं पाएंगे। സാറായി സാറയാക്കി മാറ്റിയത് ഒരിക്കലും സാറ കംപ്ലൈന്റ് പറഞ്ഞില്ല. साराई को सारा के रूप में बदलने के विषय में कभी भी सारा ने परमेश्वर से शिकायत नहीं किया। കാരണം ദൈവം അവരെ ബ്രേക്ക് ചെയ്ത് റീമോൾഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവർ സമ്മസീവായി. ആ സമ്മസീവ് ആയവരോടാണ് പറയുന്നത്, there is anything hard for Lord. और कारण ये था कि परमेश्वर उनको तोड़कर फिर से पुनराकार करने के लिए जब चाहता था, वे उसी कार्य के लिए प्रभु के हाथ में अपने जीवन को समर्पित कर दिया। और ऐसे समर्पण करने वाले लोगों से परमेश्वर पूछता है कि प्रभु के लिए क्या कोई काम कठिन है? നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെ ഒക്കെ അടിയറ വെച്ച് കർത്താവ് പറയുന്നത് പോലെ ജീവിക്കാൻ തയ്യാറായാൽ അവൻ ചോദിക്കും, കുഞ്ഞെ ദൈവത്താൽ പ്രൈസില് കഴിയാത്ത വല്ല കാര്യമുണ്ടോ?
हम भी यदि हमारी इच्छाओं को पूरा छोड़कर परमेश्वर जैसा कहता है वैसे यदि आगे बढ़ने के लिए तैयार होंगे, तो प्रभु भी हमसे यही सवाल को पूछेगा, बेटा बेटी क्या प्रभु के लिए कोई काम असंभव है? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കാതെ യഹോവയായ ദൈവം പരിശുദ്ധാത്മാ നിങ്ങളോടൊരു കാര്യം വാഗ്ദത്തം ചെയ്താൽ നിങ്ങൾ അതിന്റെ പുറകെ നടന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ പുറകെ നടന്ന് ചോദിച്ചു വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ചോദിക്കാതെ പറഞ്ഞ പ്രോമിസ് ആണെങ്കിൽ അവൻ നിങ്ങൾ സമയമാകുമ്പോൾ നിങ്ങളുടെ പുറകെ കൊണ്ടുതരും. और मैं आपसे एक बात को समझाना चाहता हूं, यदि आप प्रभु की उपस्थिति में बैठने के समय में आपने ना मांगा हुआ, यदि परमेश्वर की आत्मा ने आपको यदि एक प्रतिफल या वायदा को दिया, एक वायदा को प्रभु की आत्मा आपको देता है, तो उसी के प्रति आप उपवास और प्रार्थना करते हुए उसी के पीछे लगने की आवश्यकता नहीं है। यदि आपने ना मांगा हुआ, परमेश्वर ने एक वायदा आपको दिया है, तो आपके पीछे प्रभु वो वायदा को देने के लिए तैयार हैं। നിങ്ങൾ ചോദിക്കാതെ ഇങ്ങോട്ട് വാഗ്ദത്തം ചെയ്ത് വിശ്വസ്തനാണ് നിവർത്തിക്കുവാൻ. और आपने ना मांगा हुआ वायदा, आमीन, जो प्रभु ने दिया है वो वायदा को निभाने के लिए परमेश्वर विश्वास योग्य भी है। വല്ല വ്യാജ പ്രവാചകന്മാരും നിങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മുടി നരച്ച് കുഴി പോകുക, അല്ലാതെ നിവർത്തിക്കപ്പെടത്തില്ല. कोई झूठे भविष्यवक्ता आकर आपको प्रसन्न करने के लिए यदि कुछ बातों को आपको आकर बताया है और उस विषय के लिए आप प्रार्थना करते रहेंगे, आपके बाल पक जाएंगे और आप मर भी मिट जाएंगे, लेकिन आपका उस वायदा कभी पूरा नहीं होगा। ഇവിടെ അബ്രഹാമിനോട് എന്തെല്ലാം വാഗ്ദത്തമാ ചെയ്തത് ദൈവം ചെയ്ത് നമുക്ക് നോക്കാം. यहाँ पर हम देखेंगे कि अब्राहम से परमेश्वर ने कौन कौन सी वायदाओं को किया है। നമ്പർ 1, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. पहला है कि परमेश्वर का वचन कहता है कि मैं तुझे एक बड़ी जाति बनाऊंगा। നമ്പർ 2, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. दूसरी बात है, तुझे आशीष दूंगा, तेरा नाम महान करूंगा। നമ്പർ 3, നീ ഒരു അനുഗ്രഹമായിരിക്കും. तीसरा है, तू आशीष का मूल होगा। നമ്പർ 4, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. चौथा आशीष है, जो तुझे आशीर्वाद दे उन्हें मैं आशीष दूंगा। നമ്പർ 5, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. पांचवा है, और जो तुझे कोसे उससे मैं शाप दूंगा। നമ്പർ 6, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. और छठी बात है कि भूमंडल के सारे कुल तेरे द्वारा आशीष पाएंगे। അബ്രഹാം ദൈവത്തിന്റെ പുറകെ നടന്ന് നീ എന്നോട് പറഞ്ഞ ഈ 6 വാഗ്ദത്തങ്ങളുണ്ടല്ലോ അത് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് 40 ദിവസം ഉപവാസം ഒന്നും പ്രഖ്യാപിച്ചില്ല. अब्राहम परमेश्वर के पीछे पड़कर, आमीन, तू मुझसे कई वायदाओं को किया है, इसी के लिए वे 40 दिन की उपवास और प्रार्थना करते हुए ना बैठा। കാരണം അബ്രഹാമിനെ അറിയാം, പ്രൈസ് ലോർഡ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അത് ചെയ്തിരിക്കും. कारण ये था कि अब्राहम ये बात को जानता है कि वायदा किया वो परमेश्वर विश्वास योग्य है, वे अपने वायदाओं को पूरा भी करेगा। ആ സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമുക്കൊരു സമാധാനം എന്ന വിഷയം നമ്മുടെ ഉള്ളിൽ കിട്ടുന്നത്. और ऐसी आत्मिक परिपक्वता जब हमारे अंदर हम प्राप्त करते हैं, तो एक शांतिपूर्ण जीवन को हम अपने जीवन में जी पाएंगे। അല്ലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഭയങ്കര പരവേശമായിരിക്കും, ടെൻഷൻ ആയിരിക്കും, ആകുല ചിന്തയായിരിക്കും. ദൈവം പറഞ്ഞതാണല്ലോ, ഇതുവരെ സംഭവിച്ചില്ലല്ലോ. नहीं तो क्या है कि हमारे जीवन में हमेशा उस बात के प्रति एक व्याकुलता बनी रहती है कि परमेश्वर ने जो मुझसे कहा था वो मेरे जीवन में नहीं हो पा रहा है, ऐसे एक अनुभव। ഒരു പ്രാവശ്യം ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളോട് ഇറങ്ങി വന്നൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് നിവർത്തീകരിച്ചിരിക്കും, ഒരു സംശയമില്ല. കാരണം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. मैं एक और बार ये बात को बोलना चाहता हूं, यदि परमेश्वर उतर आकर आपसे एक वायदा किया है, वो वायदाओं को निभाने के लिए परमेश्वर विश्वास योग्य है।
അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങൾ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥനൂടെ തോംസണും ലഭിച്ചിട്ടുണ്ട്. अब्राहम को परमेश्वर ने दिया हुआ वायदाएं जो है वो यीशु मसीह के द्वारा थॉमसन को भी मिला हुआ है, തോംസന് മാത്രമല്ല അവനിൽ വിശ്വസിക്കുന്ന സകലർക്കും. और केवल पास्टर दी के लिए नहीं है परंतु उसी में विश्वास करने वाले सारे भक्तों के लिए है. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അബ്രഹാം എന്തെല്ലാം കാര്യത്തിൽ ഉടച്ചു വാർക്കപ്പെടുവാൻ ബ്രേക്ക് ആൻഡ് റിമോൾഡ് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്തെന്നറിയാം. और नीचे की आयतों को जब हम पढ़ते हैं तो वहां पर हम पढ़ पाएंगे कि अब्राहम किन किन कार्यों में या किन किन क्षेत्रों में तोड़कर नया रीति से बनाया गया अनुभव को देख सकते हैं. കൂടെ ഇറങ്ങി തിരിച്ച ലോത്തും അബ്രഹാമും കൂടെ ഒരു പിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. साथ में निकला हुआ अब्राहम और लूत के बीच में बिछड़ने वाला एक अनुभव वहां पर हम पढ़ते हैं. ലോത്ത് കൺവീനിയന്റ് ആയിട്ടുള്ള നീരുറവുകളെ ഉള്ളിടം തിരഞ്ഞെടുത്തു. लूत जो है वे अपने जीवन में जो उसी के लिए आवश्यक था वैसा एक स्थान को उसने चुन लिया. അത് നമുക്കൊരു അതിശയമായി തോന്നുന്നുണ്ട്, ലോക സഹജമാണ്. और ये हमारे लिए एक आश्चर्य की बात नहीं होना है क्योंकि ये दुनिया के लोगों का एक रीति है. അബ്രഹാം ചോയ്സ് ലോത്തിന് കൊടുത്തു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. अब्राहम ने चुनाव लूत को दे दिया कि तू जो भूमि लेना चाहते हैं वो तू ले सकता है. നമ്മളൊക്കെയാണ് പറഞ്ഞനെ, എന്നെയാടാ ദൈവശബ്ദം കേട്ടത്, എന്നോടാ ദൈവം പറഞ്ഞത്, ഞാനാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്, എനിക്കാണ് ദൈവം തന്നത്, എന്തെല്ലാം ആയിരിക്കാം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. हम यदि होते तो हम ऐसे बोलते कि परमेश्वर ने मुझसे बात किया है, मुझसे प्रभु ने वायदा दिया है, मैंने परमेश्वर की वाणी को सुना है, ऐसे कितने सारी बातों को हम कह देते. പക്ഷെ അബ്രഹാമിന് ദൈവത്തെ നല്ല പരിചയമായിരുന്നു. परंतु अब्राहम जो था परमेश्वर से अच्छा एक संबंध रखने वाला व्यक्ति था. കാരണം പായും ശൂന്യമായതിൽ നിന്നും ഈ കാണുന്ന മനോഹരമായ ഫലവത്തായ ഭൂമി ഉളവാക്കിയ ദൈവം ഇനിയും എന്റെ ജീവിതത്തിൽ പുഷ്ടിയുള്ളതും അനുഗ്രഹമുള്ളതും തരുവാൻ സാധിക്കുന്ന ദൈവമാണെന്ന് അബ്രഹാമിന് നല്ലോണം അറിയാമായിരുന്നു. कारण यह है कि अब्राहम ये बात को जानता था कि जो भूमि, जो पृथ्वी भेड़ोल और सुनसान था, उसी में इतनी सुंदर और मनोहर बातों को यदि परमेश्वर ने सृष्टि कर सकता है तो मेरे भी जीवन की शून्यता के अंदर परमेश्वर का बड़ा अद्भुत कार्यों को प्रभु प्रकट करेगा. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഞാനൊരു മണ്ടനായിട്ട് തോന്നിയാൽ, ഒരു മൂടനായിട്ട് തോന്നിയാൽ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം ധന്യരാണ്, അനുഗ്രഹം പ്രാപിച്ചവരാണ്. दुनिया के आंखों के सामने हम यदि एक मूर्ख या मूढ़ के रूप में हम यदि दिखाई भी दे, परंतु परमेश्वर की आंखों के सामने मैं एक श्रेष्ठ व्यक्ति के समान बना रहूंगा. ലോത്ത് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് സംസാരിക്കാൻ തുടങ്ങി. जब लूत अब्राहम से बिछड़ जाते हैं तो यहोवा परमेश्वर अब्राहम से फिर से बातें करने लगा. ദൈവം അബ്രഹാമിനോട് പറയാണ്, നീ തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. और यहोवा अब्राहम से ये दर्शन के बात में कहता है कि तू अपनी आंख उठाकर अपने दाहिनी बाई और उत्तर और दक्षिण की ओर तू देखें. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. और तू जो देश को देखता है, जहां जहां तेरी आंखें पहुंचते हैं, वो तुझे और तेरे आने वाली पीढ़ी को मैं हमेशा के लिए दे दूंगा. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടിയെ പോലെയാക്കും. और मैं तेरे संतानों को इस पृथ्वी के धूल के समान बना दूंगा. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. और प्रभु कहता है कि इस पृथ्वी के धूल को यदि तू गिन सकता है तो तेरे संतानों को भी तू गिन पाएगा. അതിന് നീ എന്താ ചെയ്യേണ്ടത്? और इसीलिए तू क्या करना है? അവിടെയാണ് രസകരമായ കാര്യം.
वहां पर एक बड़े रुचिकर बात को हम पढ़ते हैं। എന്നെ കേൾക്കുന്ന ദൈവവേദന ഇത് പ്രാപിക്കാൻ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? मुझे सुनने वाले प्रिय लोगों, ऐसे वायदाओं को प्राप्त करने के लिए आप क्या कर सकते हैं? നിന്റെ സൈഡിൽ നിന്ന് എത്ര സ്ട്രെസ് എടുത്ത് എത്ര അധ്വാനം ഉണ്ടായാൽ ഇതൊക്കെ പ്രാപിക്കാൻ സാധിക്കും? आपके तरफ से कितनी कोशिश करने से, कितने आप मेहनत करने से ये सब आप प्राप्त कर पाएंगे? ദൈവം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫോർമുല അബ്രഹാമിന് കിട്ടി. परमेश्वर ने बताया हुआ एक फॉर्मूला अब्राहम को प्राप्त हुआ। നീ ഒരു കാര്യം ചെയ്യേ, നീ ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്ക. और अब्राहम से परमेश्वर ये बात को कहता है कि तू देश के सीधी सीधी और आमीन जो है, आमीन सब दिशाओं में तू चले जाना है। ഞാനത് നിനക്ക് തരും. मैं तुझे उन सारे देश को दूंगा। ദേശത്തെ കൈവശമാക്കുവാൻ ദൈവം പറഞ്ഞു കൊടുത്ത ഫോർമുലയത്. इस देश को अपने कब्जा में करने के लिए परमेश्वर ने बताया हुआ एक उपाय यह था। എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി ദൈവദാസനെ, പ്രൈസലോ, ഈ വാഗ്ദത്തം പ്രാപിക്കാൻ നമ്മൾ എന്തോ ചെയ്യണം? और मेरे आवाज सुनने वाले भाई बहन, प्रभु के दास दासियों, इन वायदाओं को प्राप्त करने के लिए हमें क्या करना है? ഇറങ്ങി നടന്ന നെടുകയും കുറയും നടന്ന കരങ്ങളുറയത്തി കർത്താവേ സ്തോത്രം സ്തോത്രം എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? हम अपने देश में निकलकर अपने देश के हर एक रास्ताओं से जाकर प्रभु की ओर हाथों को उठाकर हम ये बात को बोल सकते हैं कि प्रभु इन जगहों को आप हमारे लिए दे दे। നിങ്ങളെ ദൈവം ഏൽപ്പിച്ച സ്ട്രീറ്റുകളിലൂടെ, റോഡുകളിലൂടെ, സ്ഥലങ്ങളിലൂടെ നടന്ന് കർത്താവേ ഈ ദേശം ദൈവത്തിന് വേണ്ടി അവകാശം പറയുന്നു എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? आपको जो परमेश्वर ने स्थान दिया है उसके हर एक सड़कों में से होकर जाकर आप प्रभु से ये प्रार्थना कर पाते हैं क्या प्रभु इन स्थानों को हमारे लिए देना? മറ്റൊന്നും ദൈവം നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്നില്ല. परमेश्वर और कोई भी बात का आपसे मांग नहीं कर रहा है। കർത്താവ് എഴുന്നേൽക്കാൻ പറഞ്ഞ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. और प्रभु सवेरे उठकर प्रार्थना करने के लिए आपसे कह रहा है और आमीन आमीन इसके बाद ये वायदा को आपको देता है कि यहोवा से क्या कोई काम कठिन है? ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആത്മാർത്ഥതയില്ല, അത് ഉദാസീനത ചെയ്തിട്ട് പിന്നെ യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. और जो कार्यों को आप कर रहे हैं उसको पूर्ण मन के साथ ना करते हुए उदास मन के साथ करने से प्रभु की वायदाओं को बोलने के पीछे कोई अर्थ नहीं है। ഞാനൊരു സംഭവ ചരിത്രം കേട്ടിട്ടുണ്ട്. मैंने ऐसा एक इतिहास या कहानी को सुना है। നിങ്ങൾക്കറിയാം, കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പെന്തക്കോസ്തുകാർ ഉണ്ടായിരുന്നത്. आप ये बात को जानते होंगे कि केरल में पतनमतिट्टा नाम का इस जिला में बहुत सारे मसीह लोग पाए जाते हैं। ഏറ്റവും കൂടുതൽ പെന്തക്കോസ്റ്റ് വർക്കേഴ്സ് അല്ലെങ്കിൽ വിശ്വാസികളും പാസ്റ്റർമാരും ഒരു കാലത്ത് പത്തനംതിട്ട ജില്ലയിൽ നിന്നായിരുന്നു. और सबसे ज्यादा विश्वासी और प्रभु के दास दासी इस जिला में से पाए गए हैं। എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു നിങ്ങൾ ചരിത്രം പിടിച്ചിട്ടുണ്ടോ? क्यों ऐसा हुआ है, इसके बारे में आपने कभी इतिहास को पढ़ा है? ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, मैं ऐसा सुना हूं, ഈ ഏരിയയിൽ താമസിച്ച നല്ല കുടുംബത്തിലെ നല്ല ആൾക്കാർ ആരും പെന്തക്കോസ്തിലേക്ക് വന്നിരുന്നില്ല, അവര് വെറുത്തിരുന്നു. और इस क्षेत्र में रहने वाले अच्छे परिवारों में से अधिकांश लोग पेंतिकोस्त के अनुभव में नहीं आए थे। वे सख्त उस बात का घृणा करने वाले लोग थे। ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അന്ന് ആദ്യകാലങ്ങളിൽ പെന്തക്കോസ്തിലേക്ക് വന്ന ദൈവദാസന്മാര് റോഡുകളിലൂടെ നടന്ന് വീടുകളുടെ മേൽ കരമുയർത്തി പ്രാർത്ഥിച്ചു. और मैं किसी का विशेष नाम को नहीं बोलना चाहता हूं, लेकिन उन समयों में जो पहले उन देशों में से आए हुए जो प्रभु के दास लोग थे, उनके सड़कों में से होकर जाकर हर एक घरों के ऊपर वे हाथ रखकर प्रार्थना करते थे। അവർ വഴിയിലൂടെ നടന്നു പോയപ്പോൾ വീടുകളെ കണ്ടിട്ട് റോഡിൽ മുട്ടുകുത്തി
കേൾക്കണേ, റോഡിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി ആ ഭവനങ്ങളെ നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ ഭവനങ്ങൾ കർത്താവെ വിശ്വാസത്തിലേക്ക് വരട്ടെ, ദൈവത്തിങ്കിലേക്ക് വരട്ടെ എന്ന് പിന്നീടുള്ള തലമുറകൾ ദൈവത്തിന്റെ അന്നത്തെ പ്രാർത്ഥനയുടെ ശക്തി പരിശുദ്ധാത്മാ പ്രവർത്തിച്ച് ആ ഏരിയ മുഴുവൻ ദൈവത്തിങ്കിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഇവിടെ അബ്രഹാമിനോട് പറഞ്ഞ് വെറുതെ അല്ല, നീ നെടുകയും കുറുകയും നടന്ന് ഡിമാൻഡ് ചെയ്യുക, ആ ദൈവം നിനക്ക് തരും. और उस समय में परमेश्वर के दासों ने एक एक घर के बाहर सड़क में घुटने टेक कर प्रभु से प्रार्थना करते थे कि प्रभु इस घराने को हमारे लिए दे दे, प्रभु के नाम के लिए इस्तेमाल हो जाए। ऐसे प्रार्थना करने का परिणाम में हम देखते हैं कि उन समयों में उस सारे क्षेत्र के लोग प्रभु को जानने का अवसर हुआ। तो ऐसा है तो परमेश्वर जो अब्राहम से जो वायदे के रूप में बताता है कि तू देश के सारे कोणों में जाकर प्रार्थना कर, उसको हक के रूप में मांग, तो क्या ऐसा संभव नहीं हो सकता? നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും കാണത്തില്ല, നിന്റെ കയ്യിൽ പണം കാണത്തില്ല, നിനക്ക് വാഹനം കാണത്തില്ല, സ്വന്തമായി വീട് കാണത്തില്ല, നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നെടുകയും കുറുകയും നടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കും. ആ ദേശം ദൈവം നിനക്ക് തരും. എബ്രായ ലേഖനം പറയുകയാണ്, വിശ്വാസത്താൽ അവർ ദേശത്തെ അടക്കി. और हो सकता है कि आपके पास निवेश करने के लिए आपके पास पैसे नहीं होंगे या कोई और वस्तु नहीं होंगे, परंतु जैसे परमेश्वर ने अब्राहम से कहा था कि तू देश के चारों कोणों में जाकर उस देश के लिए प्रार्थना कर और उसे उस देश को प्रभु तुझे दे देगा। तो यदि हम प्रार्थना करते हैं तो परमेश्वर के कार्यों के आमीन अपने जीवन में हम देख पाएंगे। जैसे इब्रानियों की पत्री में कहा जाता है, विश्वास के द्वारा उन्होंने अपने उन स्थानों को अपने आप में हासिल किया। ലോത്തിനെ പോലെ സാധ്യതകൾ ഉള്ള തിരഞ്ഞെടുക്കുന്നത് കാണുമ്പോൾ നിന്റെ ഉള്ളിൽ പ്രയാസം, നിന്റെ ഉള്ളിൽ ദുഃഖം വന്നേക്കാം. പക്ഷെ നീ വിഷമിക്കേണ്ട. ഏത് മരുഭൂമിയുടെ പ്രദേശത്ത് നീ നടന്നു പോയാലും അവിടെ നിന്നെ അനുഗ്രഹിക്കുവാൻ സാധിക്കുന്ന ഒരു അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിട്ടുണ്ട്. हो सकता है कि लूत को आप जब देखते हैं तो लूत जब संभावना वालों क्षेत्रों को अपने हाथ में हासिल कर देते हैं, मन में हमारे शायद उस समय में खेद या दुख उत्पन्न हो सकता है, परंतु आपके अंदर की जो अभिषेक है वो इतना सामर्थी है कि आप यदि जंगल या मरुस्थल में से भी होकर जाएं, वहां पर प्रभु आपके लिए अद्भुत कार्यों को प्रकट करेगा। Praise the Lord. Praise the Lord. അങ്ങനെ അബ്രഹാമിനെ റീമോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടാ ചോദിക്കുന്നത്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ കുഞ്ഞേ? Praise the Lord. और ऐसा अब्राहम को पुनर्आकार में ले आकर परमेश्वर अब्राहम से यह सवाल पूछता है, हे अब्राहम, क्या यहोवा से कोई काम कठिन है? ഉൽപ്പത്തി 14 അധ്യായം വായിക്കുമ്പോൾ അവിടെ വലിയ സംഭവം കാണാം. और उत्पत्ति के पुस्तक 14 अध्याय को जब हम पढ़ते हैं तो वहां पर एक बड़ा घटना को हम देखते हैं, വിശദീകരിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. और उसको स्पष्टीकरण देने के लिए मैं समय नहीं ले रहा हूं। തന്നെ പിരിഞ്ഞുപോയ ലോത്തിന് ഒരു വലിയ നഷ്ടമുണ്ടായപ്പോൾ അബ്രഹാമിന് സ്വന്തം വീട് പോലും ഇല്ലാതിരുന്നിട്ടും, പ്രൈസ് ദി ലോർഡ്, നീരുറവ ഇല്ലാതിരുന്നിട്ടും, താൻ ഡ്രൈ ലാൻഡിലായിരുന്നിട്ടും ലോത്തിന്റെ സകല വസ്തുവകളെയും തിരിച്ചെടുക്കുവാൻ അബ്രഹാം സഹായിക്കുന്ന കാണാൻ സാധിക്കും. और वहां पर हम देखते हैं कि अब्राहम लूत जो है एक बड़ा संकट में पड़ जाता है, उसकी सब कुछ आमीन कब्जा कर लिए हुए होते हैं। और अब्राहम के खुद के अनुभव को देखे तो अब्राहम के पास कुछ भी नहीं है, ना घर है, ना पानी का सोता है, ना कुछ ऐसे अच्छे अनुभव है, लेकिन उस समय में भी अब्राहम लूत को और उसके सारी वस्तुओं को पुनर्हासिल करने के लिए अब्राहम उसी के लिए लड़ने के लिए निकल जाते हैं। നമ്മളായിരുന്നു പറഞ്ഞേനെ, ഇത്രയും പ്രായമൊക്കെ എനിക്ക് ഇനി ഇതിന്റെ പുറകെ നടക്കാൻ പറ്റത്തില്ല, വളരെ ക്ഷീണമാണ്, അവൻ പോയത് പോട്ട് എന്തോ ചെയ്യാനാന്ന് പറഞ്ഞേനെ. और हम यदि होते हैं तो ऐसे कहते कि अब बहुत उम्र हो चुका है, मुझे इसके पीछे सिर्फ जाने के लिए मेरे पास ताकत नहीं है, वो तो पहले से चला गया था, उसको अपना काम देखने दो। അവന്റെ ഇഷ്ടപ്രകാരം പോയതല്ലേ, അനുഭവിക്കട്ടെ.
और हम ऐसे भी बोलते हैं कि वो अपनी मर्जी से गया था, अनुभव करने दो। പക്ഷെ അബ്രഹാം അങ്ങനെ ചിന്തിച്ചില്ല. അവന്റെ पर സഹോദരനെ വീണ്ടെടുക്കുവാൻ അവനാവോളം അവന്റെ എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിക്കാനിടയായി. और अब्राहम ऐसे सोचने नहीं लगा, परंतु वो अपने भाई के बच्चों को बचाने के लिए अपने सारी सुविधाओं को उसने उपयोग करते उनको पुनर्स्थापित करने का कोशिश किया। അങ്ങനെ ആത്മാർത്ഥത കാണിച്ച അബ്രഹാമിനോടാണ് യഹോവയായ ദൈവം 15-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഞാൻ നിനക്ക് പരിചയം അതിമഹത്തായ പ്രതിഫലവുമായിരിക്കും. और ऐसे कार्य किया हुआ अपने आमीन कुटुंबियों को बचाने के लिए जो तैयार हुआ अब्राहम से परमेश्वर कहता है कि मैं तेरे लिए एक ढाल और आमीन तेरे लिए एक गढ़ के समान में तैयार रहूंगा। നിങ്ങൾ പിന്നീട് വായിക്കുക, 15-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയാണ് ഇസ്രായേൽ രാജ്യത്തിന്റെ അതിരുകളെ അബ്രഹാമിന് പറഞ്ഞു കൊടുക്കുന്നത്. और आप बाद में पढ़ लेना है, आमीन 15 अध्याय उसके 18वें आयत से आप जब पढ़ेंगे तो वहां पर ये बात को देखते हैं कि परमेश्वर ने इज़राइल राष्ट्र का आमीन आमीन सीमा कहाँ कहाँ होगा, ये सारी बातें अब्राहम को परमेश्वर बता रहा था। നീ കാണുന്ന ഈ ഭൂമിയൊക്കെ ഞാൻ നിനക്ക് തരുമെന്ന് പറയുമ്പോൾ അവൻ കണ്ടതായ ഭൂമിയുടെ അതിരുകളെ എഴുതി വെച്ച് യഹോവയായ ദൈവം പറയാ, ഇത് മുഴുവൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. और जब परमेश्वर तुझसे कहता है कि तू देखने वाली सारी भूमि को मैं तुझे दे दूंगा, तो उस समय में परमेश्वर ये बात को कहता है कि तूने जो जो सीमाओं को देखा है वो तेरे लिए और तेरे सारे आमीन संतानों के लिए मैं इसको दे दूंगा। ഇന്നും അബ്രഹാമിന്റെ സന്തതികൾ ഇസ്രായേൽ ജനം ആ അതിരുകളെ വരച്ചു വെച്ചുകൊണ്ട് അതിനു വേണ്ടിയാണ് ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ മുഴുവൻ. और आज भी अब्राहम के जो संतान हैं, जो इजरायली राष्ट्र हैं, वे अपनी सीमाओं को आमीन दृढ़ करते हुए या तय करते हुए आज भी अपने देश के लिए वे लोग लड़ाई कर रहे हैं। വേറെ ഇഷ്ടം പോലെ ലാൻഡ് കിടക്കുമ്പോൾ ഈ ചെറിയൊരു തുണ്ട് ഭൂമിക്ക് വേണ്ടി എന്തിന് ലോക രാജ്യങ്ങൾ ശ്രദ്ധ വെച്ച് യുദ്ധം ചെയ്യണം? और बहुत सारे राष्ट्रों में बहुत सारे जमीन ऐसे पड़े होने पर भी इस छोटी सी एक राष्ट्र के लिए क्यों सारे देश के राष्ट्र लोग आमीन इतने उत्सुकता के साथ युद्ध में शामिल होते हैं। കാരണം ദൈവത്തിന്റെ വാഗ്ദത്തമായതുകൊണ്ട് സാത്താന്റെ മോട്ടിവേഷൻ ആണ് ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കരുത് എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക. कारण यह है क्योंकि ये परमेश्वर की वायदा उस राष्ट्र को प्रभु ने दिया है और शैतान का एक लक्ष्य रहता है कि परमेश्वर ने दिया हुआ वायदा किसी भी रीति से वो पूरा ना हो, इसलिए वो अपने सारे षड्यंत्र को करते हैं। നമ്മളിൽ പലരും ചിന്തിക്കാറില്ലേ, എന്തുകൊണ്ട് എന്നോട് മാത്രം ഇത്രയും പോരാട്ടം? और हम में से कई लोग ऐसे कई बार सोचते हैं, क्यों ये मेरे साथ ही इतनी सारी आमीन तकलीफें या शैतान की कार्य हो रहा है, എന്താ എനിക്ക് മാത്രം ഇത്രയും പ്രശ്നം? क्यों मेरे ही जीवन में इतनी समस्याएं हैं। ജോസഫും ദാവീദും ഒക്കെ അങ്ങനെ വിചാരിച്ചു വരാം. और यूसुफ और दाऊद सब ऐसे सोचे हुए लोग हैं। എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രോമിസ് ഉണ്ട്, അതില്ലാതാക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. നീ വിട്ടുകൊടുക്കരുത്, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. और मेरे सुनने वाले प्रिय लोगों, आपके ऊपर परमेश्वर का एक वायदा परमेश्वर ने दिया हुआ है और शैतान चाहता है कि वो वायदा आपके जीवन में पूरा ना हो, परंतु आप हार ना माने, प्रार्थना में निरंतर उसके लिए युद्ध करते रहना है। നമ്മെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ധൈര്യമായി മുന്നേറണം. और हमारे प्रति परमेश्वर को एक बड़ी योजना है, इन बातों को विश्वास करते हुए हमें प्रार्थना में युद्ध करते रहना है। ഇതാ സമയം ചുരുക്കൊണ്ട് ഓടിച്ചു പറയാ, ഉൽപ്പത്തി 17-ഉം 18-ഉം അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് ഇത് വാഗ്ദത്തം പുതുക്കുവാൻ ഇറങ്ങി വരികയാ.
और उत्पत्ति के 17 और 18 आयतों को, अध्यायों को हम जब पढ़ते हैं तो वहां पर हम देखते हैं यहोवा परमेश्वर अब्राहम को दिया हुआ वायदाओं को आमीन फिर से बांधने के लिए वो आ रहा है। അബ്രഹാം വിശ്വസിച്ചു, പക്ഷെ ചോദിച്ചുകൊണ്ട് പുറകെ നടന്നില്ല. और अब्राहम ने विश्वास किया परंतु उसे मांगते हुए उसका पीछा नहीं किया। എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, നിന്നോടുള്ള വാഗ്ദത്തം അവൻ നിവർത്തിക്കുവാൻ ഇറങ്ങി വരും. സംശയമില്ല. നിന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കും ദൈവം. और मुझे सुनने वाले प्रिय लोगों, आपको प्रभु ने दिया हुआ वायदा जो है वो आपको आपके प्रति वो पूरा करेगा। आप उसके पीछे जाने की आवश्यकता नहीं है, परंतु वायदा आपके पीछे आकर आपको आशीषित करेंगे। അത് ചോദിച്ചുകൊണ്ട് പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ആ പ്രോമിസ്, ദൈവം ചെയ്ത വാഗ്ദത്തം ഓർമ്മയിൽ വരുമ്പോൾ, കർത്താവെ നീ നിവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം, ദൈവം അത് ചെയ്യും എന്ന് പറയാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ നിന്റെ വിശ്വാസം വർദ്ധിക്കും. റൈറ്റ് ടൈമിൽ അവൻ ആകാശം കീറി ഇറങ്ങി വന്ന് അത് നിവർത്തിക്കും. और आप उस वायदे के प्रति प्रभु के पीछे पड़ने की आवश्यकता नहीं है, परंतु उसके सही समय होने के समय में प्रभु आपसे किए हुए वायदाओं को आपके जीवन में पूरा करेगा। लेकिन यदि आप उस वायदा को पूरा होते तक, यदि जब भी वो वायदा आपको याद आता है तब तब उसको धन्यवाद देते हुए प्रभु आप करेंगे, ये विश्वास की बातों को कह पाते हैं, तो आपके विश्वास प्रभु में बढ़ने में संभव होगा। 18 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതാ, പ്രൈസ് ദി ലോർഡ്, അബ്രഹാമിനെ അന്വേഷിച്ചു വരുവാ 3 ദൂതന്മാര്. और 18वें अध्याय के 1 से आगे की आयतों को हम जब पढ़ते हैं तो वहां पर हम पढ़ते हैं कि अब्राहम को ढूंढकर 3 स्वर्गदूत वहां पर पहुंचते हैं। അവനും കൊട്ടാരങ്ങളിലും മാളികളിലും ഒന്നും അല്ല താമസം, കൂടാരങ്ങൾ പാർക്കുകയാ. और ये अब्राहम जो था वो महलों में या ऐसे स्थानों में नहीं रह रहा था, परंतु उन समयों में वे तंबुओं में वास करने वाला व्यक्ति था। ഇവരെ കണ്ടപ്പോ അബ്രഹാം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ പറയാമായിരുന്നു, ഓ കുറെ നാളായല്ലോ വാഗ്ദത്തമൊക്കെ ചെയ്തിട്ട്, ഇനി എന്തോനാ, ഇനിയിപ്പോ സംഭവിക്കാനൊന്നും പോകുന്നില്ല, എന്റെ ഭാര്യയുടെ ശരീരം മുഴുവൻ നിർജീവമായി എന്ന് പറയുമായിരുന്നു. और जब वायदाओं को उसके जीवन में देने के लिए जब ये लोग आए तो हम और आप होते तो इस प्रकार बोलते थे कि कई साल हो गया ये सब बोलकर, अब तक नहीं हुआ है, अभी किस लिए आ रहे हैं, हमारे शरीर तो इस कार्य के लिए बल भी नहीं है, हम बहुत बुजुर्ग हो चुके हैं। ഒരു 10 വർഷം മുമ്പായിരുന്നു ഈ പറഞ്ഞ കാര്യമൊക്കെ നടക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോഴാകെ നിർജീവമായി, ഇനി സംഭവിക്കാൻ പോകുന്നില്ല. और एक 10 साल पहले बोला होता तो थोड़ा तो संभावना ही थी, परंतु अब तो कुछ होने वाला नहीं है, अभी शरीर पूरी रीति से थका हुआ अनुभव में है। പക്ഷെ അബ്രഹാം അങ്ങനല്ല പറഞ്ഞു, അങ്ങൊന്നും പറഞ്ഞില്ല. ഓടിച്ചെന്ന് നിലത്തോളം വീണ് നമസ്കരിക്കുന്ന, ആരാധിക്കുന്ന അബ്രഹാമിനോടാ പറയുന്നത്, യഹോവയിൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? और अब्राहम ने ऐसी सारी बातों को नहीं कहा, परंतु उन लोगों को देखते ही वे अब्राहम भूमि में गिरकर उनको दंडवत करते हैं, उनकी आराधना करते हैं। और ऐसी आराधना करने वाले अब्राहम को देखकर प्रभु का वायदा है, क्या यहोवा के लिए कोई काम कठिन है? യഹോവയെ, പ്രൈസ് ലോർഡ്, വീണ്ടും നമസ്കരിച്ച് ആരാധിച്ച് ശുശ്രൂഷിക്കുന്ന, പ്രൈസ് ലോർഡ്, അബ്രഹാം പറയുക, യഹോവയിൽ കഴിയാത്ത ഒരു കാര്യമില്ല, നിന്റെ ശരീരത്തെ ഇനിയും ജീവൻ പ്രാപിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും. और ऐसे भूमि में गिर पड़कर उनकी आराधना और उनको दंडवत करने वाले और उनके प्रति अतिथि सत्कार करने वाले अब्राहम से परमेश्वर का वायदा यह है कि क्या यहोवा से कोई काम कठिन है? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ സകല അവസ്ഥകളും അറിയാവുന്ന, മുടിയുടെ എണ്ണം പോലും അറിയാവുന്ന ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നത് അത് നിവർത്തിക്കുവാൻ. और मेरे और आपके जीवन के हर एक परिस्थिति को जानने वाला, हमारे एक एक बाल के गिनती को भी रखने वाला परमेश्वर हमारे लिए इंतजार करता है कि हमारे जीवन में दी हुई वायदाओं को वो पूरा कर सके। കുറച്ച് മുമ്പ് സംഭവിച്ചായിരുന്ന പറഞ്ഞതിന്, എന്റെ ആരോഗ്യം കൊണ്ട്, എന്റെ യോഗ്യത കൊണ്ട്, എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ എന്തോ കാരണങ്ങളാലാണ് ഇതൊക്കെ സംഭവിപ്പാൻ ഇടയാണെന്ന് പറയുമായിരുന്നു. അത് പറയിപ്പിക്കാതിരിക്കാൻ എല്ലാം നിർജ്ജവമായി കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ഇറങ്ങി വരികയാ, അവൻ പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുവാൻ.
थोड़ा समय पहले यदि ये वायदा आपके जीवन में पूरा होता तो ऐसे कह सकते थे या कहने की संभावना थी कि ये मेरे जीवन के कई ऐसे अनुभवों के कारण या मेरे काबिलियत के कारण, मेरे सामर्थ्य के कारण ये सब मैं कर पाया हूँ। परंतु अब अब्राहम के अवस्था को देखिए, पूरी निर्जीव अवस्था में थोड़ा भी शक्ति नहीं है। ऐसी अवस्था में जब अब्राहम पाया जाता है, परमेश्वर उसी के लिए कहता है कि उसकी वायदों को वो अब पूरा करने जा रहा है। എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നിങ്ങളുടെ ആശ മുഴുവൻ നശിച്ച ഒരു സാഹചര്യത്തിലാണ് ഇന്നായിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദൈവം ചെയ്ത വാഗ്ദത്തം നിങ്ങൾ മുറുകെ പഠിച്ച് ഒന്ന് സ്തോത്രം പറഞ്ഞു നോക്കിയേ. ദൈവം ഞങ്ങൾ കാര്യം സാധിപ്പിക്കുന്ന പറഞ്ഞു നോക്കിയേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. और मुझे सुनने वाले प्रिय लोगों, यदि आपके जीवन में आमीन हालेलुया प्रभु के वायदाएं आपने प्राप्त किया है, तो वायदाओं को थोड़ा आमीन अपने जीवन में थामे रहकर ये बात को हमें कहना जरूरी है कि मेरे जीवन में परमेश्वर के लिए कोई काम असंभव नहीं है। അബ്രഹാമിന്റെയും സാറയുടെയും നിർജീവമായ ശരീരത്തിന്റെ അവസ്ഥകളെ ജീവൻ പ്രാപിപ്പിച്ച് അവർ വാഗ്ദത്ത സന്തതിയെ നൽകുവാൻ ദൈവത്തിന് സാധിച്ചുവെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തി ക്ഷയിച്ചു പോയിട്ടില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് അവൻ ഒരിക്കൽ വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ അതിനായി കാത്തിരിക്കുന്നു. और अब्राहम को यदि परमेश्वर ने वायदा दिया है तो अब्राहम के निर्जीव शरीर में बल प्रदान करते हुए प्रभु ने दिया हुआ वायदा यदि वो पूरा कर सकता है तो मुझे और आमीन आमीन मुझे सुनने वाले प्रिय लोगों, ये बात को हमें भी विश्वास करना है कि हमारे जीवन के हर एक कठिनाइयों को हटाकर प्रभु ने जो दिया हुआ वायदा वो पूरा करेगा जरूर। वायदा किया हुआ परमेश्वर विश्वास योग्य है। ഞാനായിരുന്ന എന്റെ സമുദായത്തെ വിട്ട്, എന്റെ ജോലി വിട്ട്, എന്റെ പ്രൈസലോ എനിക്ക് ലഭിക്കാവുന്ന പലതും വിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ പല വാഗ്ദത്തങ്ങൾ ഇനിയും നിവർത്തിക്കുവാനുണ്ട്. ഞാൻ അതിനായി കാത്തിരിക്കുന്നു. ഒരു സമയത്ത് സംഭവിക്കുന്നുള്ള വിശ്വാസത്താൽ ഞാൻ കാത്തിരിക്കുന്നു. ദൈവം ചെയ്യുക തന്നെ ചെയ്യും. मैं जिस समुदाय में था उस समुदाय को छोड़कर परमेश्वर ने मुझे आमीन जब इस मार्ग में ले आया था तो प्रभु ने मुझे कई वायदाओं को मेरे जीवन में पूरा किया। उनमें से कई वायदाएं पूरी हो चुकी हैं, अब कुछ होना बाकी है, लेकिन मैं विश्वास करता हूं कि परमेश्वर जो जो वायदा मेरे प्रति किया है वो सब मेरे जीवन में वो पूरा करेगा। ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ലിസ്റ്റ് എഴുതാൻ പറ്റുമോ? ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ വാഗ്ദത്ത പൂർത്തീകരണത്തിനായി നിങ്ങളുടെ മുറിയിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക് അവൻ ഇറങ്ങി വരുന്ന ദിനങ്ങളാണെന്ന് വിശ്വസിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. एक और बार ये बात को कहना चाहता हूँ, क्या यहोवा से कोई काम कठिन है? यदि परमेश्वर ने आपके जीवन में कोई वायदा दिया है तो आपके प्रार्थना के कमरे में आकर वो वायदाओं को पूरा करने के लिए प्रभु सामर्थी हैं। इन वचनों के द्वारा प्रभु आप सभी को आशीषित करे। വരുന്ന ദിനങ്ങളിൽ നിങ്ങളുടെ സാക്ഷ്യം ഇനി കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനായി നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ പ്രാപിക്കും നിശ്ചയം. और आने वाले समयों में आपकी गवाही को हमें सुनना है, आप उसी के लिए प्रार्थना करना, प्रभु आपको आशीषित करेगा। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. प्रभु आप लोगों को आशीष दे।